ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒരു ഹെയർ ബണ്ണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ അതുപോലത്തെ ഒരു റിബൺ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ യൂസ് ചെയ്യാറില്ല കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പോൾ, ആ ഒരു റിബണാണ് കേട്ടോ, സാറ്റിൻ റിബൺ അല്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റിൻ റിബണാണ്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് റിബണ് 30 സെൻറ്റിമീറ്റർ അളവിലും ബ്ലൂ റിബണ് 20 സെൻറ്റിമീറ്റർ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതുപോലെ ഒരു സൈഡ് കോണായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ സൈഡുകളൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം. നൂല് പേർന്ന് പോരുന്നതിനാണ് കേട്ടോ അത്. ഇനി നമുക്ക് ആവശ്യം ഒരു സൂചിയും നൂലാണ്. അത് വെച്ച് നമുക്ക് ഈ സൈഡിലൂടെ ഇതുപോലെ നമുക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റിബൺ മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അവിടെ ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിബണ് ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള റിബൺസും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതവിടെ മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ വൈറ്റിൻ്റെ മുകളിൽ ബ്ലൂ കളറിലെ റിബണ് സൂചിയും നൂലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ഫിക്സ് ചെയ്തെടുത്ത് രണ്ട് റിബണും കൂടി നമുക്ക് വീണ്ടും സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇത് അതുപോലത്തെ ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ ഫിക്സ് ചെയ്യാൻ പോണത്. നമുക്ക് സ്ലൈഡോ സെൻറ്റർ ക്ലിപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ റബ്ബർ ബാൻഡാണ് ഫിക്സ് ചെയ്യുന്നത്. ഇതതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വൈറ്റ് 4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ അതുപോലത്തെ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാറ്റിൻ റിബണിലോട്ട് അതുപോലെ തന്നെ ഞാൻ ബ്ലൂ കളറിലെ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്.
അതുപോലെ രണ്ട് സാറ്റിൻ റിബണിലും ബീഡ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബണ്ണിലോട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ആക്കിയെടുക്കാം. അതുപോലെ ഫിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇത് നേരിട്ട് കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ സാറ്റിൻ റിബൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്തിട്ട് സാറ്റിൻ റിബൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. നമ്മുടെ അടിപൊളി ഹെയർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.